ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഒരു ഭാഗത്ത് ഏത് വർഗീയവാദികൾ അല്ലെങ്കിൽ വർഗീയ സംഘടനകളാണ് താരതമ്യം ചെയ്യുമ്പോൾ പീഡിതരെന്നും കൂടുതൽ വർഗീയത വച്ചു പുലർത്തുന്നവർ എന്നുമുള്ള ഒരു താരതമ്യം CPM നടത്തുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ തങ്ങൾക്കൊരാൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും എന്നുള്ള മനോഭാവം. ഇത് ശരിക്കും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നയം തന്നെയാണോ ഇടതും വലതും പിന്തുടരുന്നത്? ഇടതും വലതും രോഹിണി, വളരെ പ്രായോഗിക രാഷ്ട്രീയം, വിന്നിങ് ദ ഇലക്ഷൻ എന്നതിന് ഉപരിയായ ഒരു ധാർമ്മികതയും കാണാത്ത രാഷ്ട്രീയ പ്രക്രിയയിൽ വിശ്വസിക്കുകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇടത് വലത് വിഭാഗങ്ങൾ ഒരുപോലെ തന്നെ, UDF LDF ഒരുപോലെ തന്നെ. അതുകൊണ്ടാണ് ഇവിടെ നല്ല വോട്ടെന്നും ചീത്ത വോട്ടെന്നും ഒരു കാര്യമില്ല. കറകളഞ്ഞ വോട്ടെന്നും കളങ്കിതമായ വോട്ടെന്നും ഉള്ള വിവേചനം ജനാധിപത്യത്തിലില്ല. ഏത് ചെകുത്താൻ്റെയും വോട്ട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ നീങ്ങുമ്പോൾ അതായത് രാഷ്ട്രീയ സദാചാരത്തിനും ധാർമ്മികതയ്ക്കും ഒന്നും തന്നെ ഇവിടെ സ്ഥാനമില്ലാതാവും. ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതുപക്ഷ വിരുദ്ധ ഒരു സ്പേസ് കേരളത്തിലുണ്ട്. അതിൻ്റെ നേരവകാശികളാകാൻ UDF ശ്രമിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഓരോ വോട്ടും പെട്ടിയിലാക്കി വിജയിച്ചു വരികയും കഴിയുമെങ്കിൽ പിണറായി 3.0 എന്ന ഒരു സാധ്യതയെ പൂർണ്ണമായി അവസാനിപ്പിക്കാനായി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നു. മറിച്ച് LDF ആണെങ്കിൽ ഇവിടെ പിണറായി 3.0ൻ്റെ സാധ്യതകൾ തുറന്നിടാൻ വേണ്ടി സ്വരാജിന് വിജയം, ഓരോ വോട്ടും അവിടെ നിർണായകമാകുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്നു. PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ ഫീല് വരുമ്പോൾ ഇവിടെ UDF LDF തമ്മിലുള്ള ഒരു വേർതിരിവ് വളരെ നേർത്തതാണ്. അതുകൊണ്ടാണ് പൊതുവേ ഈ മുൻകാല ചെയ്തികൾ PDPയുടെ ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ ആണെങ്കിലും മുൻകാല ചെയ്തികൾ അത്ര ആരോഗ്യപരമല്ല എന്ന അറിവ് പൊതുസാമാന്യത്തിലുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം, CPMനും അറിയാം. അത് മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളും CPMും കോൺഗ്രസും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ യുക്തിയൊന്നുമില്ല. കാരണം തരം പോലെ മാറ്റിയും മറിച്ചും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ ഈ രണ്ട് കക്ഷികളും നേടിയിട്ടുണ്ട്. UDF അത് കുറച്ചുകൂടെ ഓപ്പണായിട്ട് സമ്മതിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് തൊട്ടുകൂടാത്തവരായ ആരുമില്ല. ഏത് വോട്ടാണെങ്കിലും വർഗീയമാണെങ്കിലും അല്ലായെങ്കിലും പോരുന്നെങ്കിൽ പോന്നോട്ടെ. പക്ഷേ LDF ചില മൂല്യങ്ങൾ, വലിയ വായിൽ ചില വർത്തമാനങ്ങൾ പറയുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പം ഈ മദനിയുടെ പാർട്ടി PDP മുൻകാലങ്ങളിൽ പുലർത്തിയിരുന്ന നയം തിരുത്തി ഞങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് ഇപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി എടുക്കാം എന്ന രീതിയിലേക്ക് സ്വരാജ് മാറുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1995 ലോ കോളേജിൻ്റെ ചെയർമാനെ തിരുവനന്തപുരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പെരുമാതുറ കടൽത്തീര മേഖലയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് PDP പ്രവർത്തകരാണ് എന്നത് പൊതുസാമാന്യത്തിന് അറിയാവുന്നതാണ്. മുൻ SFI നേതാവ് കൂടിയായ സ്വരാജിന് അറിയാൻ വയ്യാത്ത കാര്യമല്ല. അപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട്, പൂർണ്ണമായി ആ കാലഘട്ടം എല്ലാം മറന്നുകൊണ്ട്, കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെടെ ഉള്ള മദനിയുടെ പങ്ക് എല്ലാം തന്നെ മറന്നുകൊണ്ട് PDP ഇപ്പോൾ LDFുമായി സഹകരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് മുൻകാലത്തിൽ സഹകരിച്ചിട്ടുണ്ട്. നമ്മൾ ശംഖുമുഖം പ്രസംഗമൊക്കെ കോരിത്തെറിപ്പിക്കുന്ന വാക്കുകളിലൂടെ ശ്രീ പിണറായി വിജയൻ അന്ന് മദനിക്ക് നൽകിയ സ്വീകരണം എല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നലത്തേത് എന്നതുപോലെ തന്നെ വളരെ തെളിമയോടുകൂടി തന്നെ ഇരിക്കുന്നു. അപ്പം അവിടെയൊക്കെ ചില സമയത്തെല്ലാം PDP കളങ്കിതമായ പാർട്ടിയാണ്, ചില സമയത്തെല്ലാം വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കാം. ഇത് ഇരട്ടത്താപ്പാണ്. UDFൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയും. 2011 മുതൽ തന്നെ വെൽഫെയർ പാർട്ടി ഈ രൂപത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഒരു സുരക്ഷയ്ക്ക് വലിയ ഭീഷണി. അത് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അട്ടിമറിയുടെ പിന്നിലാണെങ്കിലും അത് ഒരു അകത്തു നിന്നുള്ള ഒരു ആഭ്യന്തര അട്ടിമറിയിലൂടെ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വരാൻ ഉള്ള സാഹചര്യം ഒരുക്കിയതിലും ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ വലുതാണ്. ജമാഅത്തെ ഇസ്ലാമി ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയതിൽ പിന്നെ കഠിനമായ ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്നതും വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. അപ്പം രണ്ട് സംഘടനകൾക്കും, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് ആഗോള ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. കാരണം മതരാജ്യമായി ലോകത്തെല്ലാ രാജ്യങ്ങളെയും മത അധിഷ്ഠിത രാജ്യങ്ങളായി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ആഗോള സംഘടനയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിലൊരു വർഗീയത ആരോപിക്കാം. അതുപോലെ തന്നെ PDPയുടെ മുൻകാല ചെയ്തികൾ, ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു പാസ്റ്റുണ്ട്, ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഒരുപക്ഷെ ചില രീതിയിലൊക്കെ ചിലരെങ്കിലും കുറ്റവിമുക്തി നേടി പുറത്ത് വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് രണ്ടും തന്നെ അതീവ
അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇവിടെ നോക്കൂ, മുഖ്യധാര കക്ഷികളാണ് യു ഡി എഫിലെ കക്ഷികൾ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം മുഖ്യധാര കക്ഷികളാണ്. അവരാരും തന്നെ വർഗീയ കക്ഷികളോ അല്ല എങ്കിൽ തീവ്രവാദ ബന്ധമുള്ള കക്ഷികളോ അല്ല. പക്ഷെ അതിലേക്ക് ഈ കളങ്കിതമായ തീവ്രവാദ ബന്ധമുള്ള കക്ഷികൾ നേരിട്ടോ അല്ലാതെയോ പ്രവേശനം നേടുന്ന ഒരു അന്തരീക്ഷമുള്ളപ്പോൾ അത് ഒരു പ്രായോഗിക രാഷ്ട്രീയം എന്ന ചെറിയ ഒരു തലക്കെട്ടിൽ അത് ഒതുക്കാനാവുമോ? ഇവിടെ 4 വോട്ടിന് വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രമായി എന്തിന് ആദർശങ്ങളെ ബലികഴിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും വർഗീയത തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്ന പേര് പറഞ്ഞുകൊണ്ട് BJP ആക്രമിക്കുകയും ന്യൂനപക്ഷ വർഗീയത കുഴപ്പമില്ലാത്തതാണ്, അത് സെക്യുലറാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം അത് തീർച്ചയായും നോക്കിക്കാണേണ്ടതാണ്. വർഗീയത തന്നെയാണ്. ഏതെങ്കിലും ഒരു കക്ഷി മതത്തിൻ്റെ പേരിൽ പ്രവർത്തനം നടത്തിയാൽ, പൊതുപ്രവർത്തനം നടത്തിയാൽ അതിനെ വർഗീയ പ്രവർത്തനം എന്ന് പറയാം. അപ്പോൾ അത് തീർച്ചയായും ഈ ജനാധിപത്യ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മതനിരപേക്ഷ ഇന്ത്യയിൽ അത് ഭൂഷണമല്ല. മതനിരപേക്ഷത ഊണിലും ഉറക്കത്തിലും ആവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളാണ് കോൺഗ്രസും CPM-ഉം. അവർ നേതൃത്വം നൽകുന്ന 2 മുന്നണികളാണ്, 2 ഇന്ത്യ മുന്നണിയിലെ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകളാണ് UDF LDF സംവിധാനങ്ങൾ. അപ്പോൾ അവർ ഈ കാര്യം ഉപയോഗിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സദാചാരം എങ്ങോട്ട് പോകുന്നു? ഇത് വലിയ ചോദ്യചിഹ്നമായി വരികയാണ്. ഇനി നോക്കൂ, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കുമല്ലോ. UDF-ഓ LDF-ഓ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആര് വിജയിച്ചാലും അത് വർഗീയതയുടെ, ഈ PDP-യോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയോ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. നോക്കൂ, പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ തെരുവിലിറങ്ങി ആഘോഷിച്ചത് ചില തീവ്ര സംഘടനകളല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു അന്തരീക്ഷം സംജാതമാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതേ ഒരു പാറ്റേൺ. അപ്പോൾ വർഗീയമായി സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഒരു വർഗീയത മാത്രമല്ല, ഏത് വർഗീയതയും തെറ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൻ്റെ മനസ്സ് പുരോഗമന മനസ്സാണെന്ന് ഓർക്കണം. കേരളത്തിൻ്റെ മനസ്സ് ആ രീതിയിൽ മാറുന്നത് ആരോഗ്യപരമായ ഒരു കാര്യമല്ല. അത് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അത് ആരോഗ്യപരമല്ല എന്നതാണ്. ഇവിടെ ഈ 2 കക്ഷികൾക്കും ചെറിയ തോതിലെ വോട്ടുള്ളൂ എന്ന് ഓർക്കണം. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ 2 കക്ഷികൾക്കും ഒരു 2000-3000 വോട്ടിൽ കൂടുതൽ ഉണ്ടാവില്ല എന്ന് നിശ്ചയമാണ്. പൊന്നാനി മേഖലയിലൊക്കെ കുറച്ചുകൂടെ വോട്ടുകൾ കണ്ടേക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക്. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ കേവലം 1000 മുതൽ 2000 വരെയുള്ള വോട്ടിൻ്റെ പേരിലാണ്, അത് മാത്രമാണ് ഒരു വിപ്പ് അനുസരിച്ച് ലഭിക്കാവുന്നത്, അതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പിന്തുണ തേടുന്നത് എന്ന് പറയുമ്പോൾ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും UDF-നും LDF-നും. ഭാവിയിൽ ഇതിൻ്റെ പാപഭാരം പേറേണ്ടി വരും, വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതെ, തീർച്ചയായും. ശ്രീ ഹസ്കറിനോടും ശ്രീ ഹരിയോടുമുള്ള ചോദ്യം തന്നെയാണ്. എന്തിൻ്റെ പേരിൽ ആയാലും എന്തിനാണ് സ്വന്തം ആദർശങ്ങളെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് എന്നുള്ളതാണ്.